ഓ ഗൈസ്, എൻ്റെ ഒരു അടിപൊളി പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ കുറേ നാളെ ഒരു വ്ളോഗ് ചെയ്തിട്ട് അപ്പോൾ ഇങ്ങനെ ബോറടിച്ചിരുന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു പ്ലാൻ ചെയ്ത് നമ്മളിപ്പോൾ എവിടെയാണ് വന്നേണേ? ഓക്കെ, എല്ലോറ എന്ന് പറഞ്ഞ ഒരു അടിപൊളി വില്ലേജിലാണ്, ഒരു ബ്യൂട്ടിഫുൾ വില്ലേജിലാണ്. ഞങ്ങളുടെ അടുത്തുനിന്ന് ഒരു 1.5 മണിക്കൂർ യാത്രയുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ഒരു ടിമ്മൊക്കെ അടിച്ച് ഫുള്ള് ഫ്രഷായിട്ട് ഞങ്ങൾ ഇവിടെ എത്തിയേക്കും കേട്ടോ. ഇവിടെ നമുക്ക് കാണാനായിട്ട് ഒരു റിവർ, ഒരു ഓൾഡ് ടൗൺ, പിന്നെ ഒരു ക്വാറി, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. എന്താ സംഭവം എന്ന് ഞങ്ങൾക്കൊന്നും അറിയില്ല, ചെന്ന് കണ്ടാലേ അറിയത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെ ചെറിയ ഭാഗങ്ങളാട്ടോ അതിൻ്റെ. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് ഓരോ വീഡിയോസ് കാണാം അല്ലേ? എന്തെങ്കിലും എക്സ്പെക്ടേഷൻസ് ഉണ്ടോ? ആദ്യം വന്നപ്പോൾ ചെറിയ ചെറിയ സ്പോട്ട് കണ്ടു, അപ്പോൾ വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ കുറച്ചുകൂടെ ഇനിയും കുറേ കാണാൻ പറ്റുന്നുള്ളൊരു എക്സ്പെക്ടേഷൻ ഉണ്ട്. അതെ, അപ്പോൾ ഫുള്ള് എല്ലോറ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. സമ്മറിൽ വരാൻ പറ്റിയ ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാം. ഓക്കെ, ടാറ്റ, ബൈ ബൈ. I can lay down beside you, I would. When nothing really matters, that's all I wanna do. I hope that you are safe and that I will see you soon. If I can lay down beside you, I would. ജസ്റ്റിന് എന്താ ജസ്റ്റ് നോക്കണേ? ഇത് നമ്മൾ ഡ്രൈ ലെമൺ, അതുപോലെ തന്നെ കിവി, ഡ്രൈ ഫ്രൂട്ട്സ് ഡ്രൈ ചെയ്ത് വെച്ചേക്കുക. മൊജിറ്റോ കോക്ടെയിൽസിനൊക്കെ ഉപയോഗിക്കാം. നമ്മുടെ തക്കാളി, ടൊമാറ്റോ, തക്കാളി, ലെമണേഡ് കാര്യങ്ങൾ. ടൊമാറ്റോ എന്തല്ല ടൊമാറ്റോ. I hope that you are safe and that I will see you soon. If I can lay down beside you, I would. If I can lay down beside you, I would. When nothing really matters, that's all I wanna do. I hope that you are safe and that I will see you soon. If I can lay down beside you, I would. കൺസർവേഷനറിയൻ ക്വാറി ഇതാണല്ലോ. എന്താ ജസ്സ? എലോറ റെയിൽവേ, അതുപോലെ തന്നെ ക്വാറി. ഈ ക്വാറി എന്ന് വെച്ചാൽ എന്താ? കൺസർവേഷനറി ആണെന്ന് തോന്നുന്നു. ക്വാറി എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ കല്ലും മണലൊക്കെ എടുക്കണില്ലേ? അതിലൂടെ പോയിരുന്നല്ലോ, അതെവിടെയാ? യു ആർ ഹിയർ. വേണ്ട. എന്തായിരുന്നു ജസ്റ്റ് അത്? കോഫി ഷോപ്പായിരുന്നു. ഞാനേ ഓർത്ത് മറ്റേ ബ്യൂട്ടീഷ്യൻ കടയാണ്. ഞങ്ങളിങ്ങനെ ഡൗൺ ടൗണിൽ കൂടി നടക്കുമായിരുന്നേ. അപ്പോൾ നമ്മുടെ നാടായിട്ട് വ്യത്യാസമുള്ളൊരു കാര്യം ശ്രദ്ധിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ പുതിയ ബിൽഡിങ്സ് കാര്യങ്ങളൊക്കെ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവരുടെ ടൗണിനോട് യോജിക്കണ ഒരു രീതിയിലാണ് പുതിയ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ അവർ ബിൽഡ് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും ഈ ഓൾഡ് ടൗണിൻ്റെ ഭംഗി പോവില്ല. അപ്പോൾ നമ്മുടെ നാട്ടിലെങ്ങനെയാണെന്ന് വെച്ചാൽ പൊളിച്ചിട്ട് വേറൊരു രീതിയിൽ കൊണ്ടുപോയി പണിത് വയ്ക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി അങ്ങ് പോകും. അപ്പോൾ ഇവർ വളരെ അടിപൊളിയായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തേക്കണത്. അതാണ് ഒരു ശ്രദ്ധിച്ചൊരു കാര്യം. ലെന, ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണോ അവിടെ വന്ന് നിൽക്കുന്നത്? എന്താണത്? ഇംഗ്ലീഷ് വായിക്കാൻ അറിയത്തില്ല? പിന്നെ എന്താ വായിക്കാൻ അറിയാം? മലയാളം വായിക്കാൻ അറിയാണ്. ഞങ്ങളെ ഫൗണ്ടർ ഓഫ് എല്ലോറ. And the second one comes from the St. Matthew Passion, which he wrote a couple years later, 1727-28. Also
ഓ ഗൈസ്, ഞങ്ങളിവിടെ ഒരു ആംഗ്ലിക്കൻ ചർച്ചിൻ്റെ ഉള്ളിൽ കയറി കേട്ടോ. അപ്പോൾ അവിടെ ജർമ്മൻ രീതിയിൽ വളരെ അടിപൊളിയായിട്ടൊരു കൊയർ പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടുത്തെ ഇൻസ്ട്രക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു വന്ന് രണ്ടുപേരും പാടുണ്ടോന്ന് അല്ലേ? അതെ, അപ്പോൾ പാടി അതുകൊണ്ട് എനിക്ക് വളരെ പാടാൻ കഴിവുള്ളതുകൊണ്ട് അവരെന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടു. ഞാൻ ചുമ്മാ പറഞ്ഞു കേട്ടോ, വളരെ രസമായിട്ട് ജർമ്മൻ രീതിയിലൊരു കൊയർ പ്രാക്ടീസ്, അടിപൊളി, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നേ. മറ്റേ ചെറിയ തട്ടുകട സെറ്റപ്പ് ഉണ്ടല്ലോ, ആ സെറ്റപ്പ്. ഇവിടെ ഊണുണ്ട്, ഉച്ചയ്ക്ക് വൈകിട്ട് കാപ്പിയുണ്ട്, ഉച്ചക്കത്തെ ഊണുണ്ട്, ചോറ് ബൗൾ എന്നൊക്കെ പറഞ്ഞു, എല്ലാം ചെറിയ ചെറിയ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, എഗ് ടോസ്റ്റ് എന്നൊക്കെ പറഞ്ഞു. ബിരിയാണി അന്നില്ല. എനിക്കെന്താ ഇത് ഓട്സ്, കോക്കനട്ടിന്റെ ഓട്ട് ബാർ, ഇത് ബ്രൗണി, ചോക്ലേറ്റ് ബ്രൗണി, ഇത് ചോക്ലേറ്റ് ചിപ്പ് കുക്കിഡോ. ഓൾ ടുഗദർ എത്ര $? ജസൻ? $7. വളരെ ചീപ്പ് ആദ്യം പറഞ്ഞാൽ. നമ്മൾ വലിയ റെസ്റ്റോറൻറ്റിനെക്കാളും ചെറിയത് രസമുണ്ട്, കഴിക്കാനില്ല. നമ്മളെന്താ ഡ്രിങ്ക് എന്താ ഓർഡർ ചെയ്തേ? ഇത് നമ്മുടെ നാട്ടിലെ ചോക്ലേറ്റും കുറച്ച് പഴവും കൂടി അടിച്ച്. കഴിച്ചു നോക്കൂ. ഞാൻ കഴിക്കുമല്ലോ എന്തായാലും. ഗൈസ്, അപ്പം ഞങ്ങൾ സ്മൂത്തിയൊക്കെ കുടിച്ച് പ്രകൃതി ആസ്വദിക്കാനായിട്ട് വിക്ടോറിയ പാർക്കിലേക്ക് വന്നേക്കാം കേട്ടോ. വളരെ അടിപൊളിയായിട്ടൊരു സ്ഥലം, ചുറ്റും മരങ്ങളൊക്കെ ആയിട്ട് നല്ല രസം, നല്ല തണുപ്പും നല്ല ശുദ്ധവായൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ ജോലി, പഠിത്തം, ക്ലാസ് അങ്ങനെയൊക്കെ ആയിട്ട് പോവല്ലേ, അപ്പോൾ ഒന്ന് റിലാക്സ് ആവാനായിട്ട് പറ്റിയൊരു കിട്ടില്ല പ്ലേസാണ്, നൈസ് ലൊക്കേഷനാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഞാൻ ഫുൾ കാണിച്ചു തരാം കേട്ടോ. സോറി, അതെ, അവർ രണ്ടുപേരും അവിടെ എന്തോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഫുള്ള് കണ്ടോ, ഇതുപോലൊരു അടിപൊളി സ്ഥലമാണ്. എല്ലാവരും മസ്റ്റായിട്ട് വന്ന് വിസിറ്റ് ചെയ്യുക. ഒരു മൃഗം ഒരു ഗുഹയുടെ ഉള്ളിലോട്ട് കയറിയതാണ് ഗൈസ്. ഓ, നല്ല രസമാണല്ലോ, നല്ല തണുപ്പുണ്ട് ഗുഹയുടെ ഉള്ളില്, അടിപൊളി അല്ലേ? പുറത്തേക്കുള്ള വ്യൂ കാണിച്ചു തരാം. ഹായ് ഗൈസ്, എൻ്റെ ബാക്കിൽ കാണുന്നത് കോറിയാണേ. അപ്പോൾ ഞങ്ങളിത് ഒരു പുഴയൊക്കെ ക്രോസ് ചെയ്ത്, അതെ അവിടെ ജസനുണ്ട്. അപ്പോൾ പുഴയൊക്കെ ക്രോസ് ചെയ്ത് ബാക്കിൽ ഇതൊരു ചെറിയ ഗുഹയൊക്കെ ഉണ്ട്, അതൊക്കെ കണ്ടു. അപ്പോൾ തിരിച്ച് പുഴ ക്രോസ് ചെയ്യാണ്. അത്യാവശ്യം നല്ല റിസ്ക്കാണ്, നല്ല തെന്നലുണ്ട്, പിന്നെ ആഴം കുറവാണ്, പക്ഷേ തെന്നലുണ്ട്, ഒഴുക്കുണ്ട്, പിന്നെ വെള്ളത്തിന് നല്ല തണുപ്പുണ്ട്, നല്ല തണുപ്പ്. അപ്പോൾ ഇങ്ങനെ നൈസായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ക്രോസ് ചെയ്തുകൊണ്ടിരിക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ കാലിൽ ചെളിയാവില്ല, ഇല വെച്ച് തുടച്ചിട്ട് നമ്മൾ സോക്സ് ഇടും. ഓക്കെ, അങ്ങനെ മണം വരും, സോക്സ് വെള്ളമായിട്ട് ചേരുന്നത്. ടിപ്പാണ്. അപ്പോൾ ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ടിരുന്ന കാലുണങ്ങും. ഓക്കെ, അപ്പോൾ ഗൈസ്, എൻ്റെ ഫ്രണ്ടിൽ കാണുന്നതാണ് സ്റ്റെയർ കേസ് ടു ജോർജ് എന്ന് പറയണേ. അപ്പോൾ ഈ വഴിയാണ് ഞങ്ങൾ ഇറങ്ങി വന്നത്. നല്ല രസമല്ലേ ഇത് കാണാനായിട്ട്? നല്ല അടിപൊളിയല്ലേ? അടിപൊളി സ്ഥലം. അതിൻ്റെ അടിയിലാണ് നമ്മൾ നേരത്തെ പോയ സ്ഥലങ്ങളൊക്കെ. ജസൻ എന്താ ഓർഡർ ചെയ്തേ? സ്ക്രാമ്പിൾഡ് എഗ്സ്, ബ്രെഡ് ടോസ്റ്റ്, പൊട്ടാറ്റോസ് ഡ്രൈ, ഇത് മാഷ്ഡ് പൊട്ടാറ്റോ, ബർഗർ വിത്ത് ലോഫ് ഓഫ് ബേക്കൺ ആൻഡ്
നമ്മുടെ അച്ചാർ എങ്ങനെയുണ്ട് കൊള്ളാം, കുഴപ്പമില്ല. ഗൈസ് ഞാൻ ഓർഡർ ചെയ്തത് ഒരു സാൻഡ്വിച്ചും ഗാർഡൻ സാലഡുമാണ്. കഴിച്ചിട്ടില്ല, നൈസായിരിക്കും. ഓ നല്ല തിരക്കായല്ലോ ഇവിടെ. സിറ്റി ഇപ്പോഴാണ് വൈബായി തുടങ്ങിയത്. ഹലോ, തിരുവനന്തപുരത്തേക്കാണ് സാർ. പിണറായിനെ വിളിക്കാം. വാങ്ങിക്കടി, ഇതൊക്കെ വെറുതെ വന്നേ പഠിക്കിതൊക്കെ. ഇതുണ്ട് സിഗരറ്റ്, തീപ്പെട്ടി, കോഫി. വേണ്ട ഇതിപ്പോ അത് അളഞ്ഞിരിക്കും കേട്ടോ. എനിക്ക് റിയലാന്ന് തോന്നുന്നത്. ഇതിനകത്ത് നോക്കിയാൽ അപ്പോൾ ഗൈസ്, അപ്പോൾ ഞങ്ങൾ മ്യൂസിയം, ഇവിടുത്തെ കൾച്ചറൽ ഫെസ്റ്റിവൽ കാര്യങ്ങളൊക്കെ കണ്ടു. അടിപൊളിയായിരുന്നു. നമ്മുടെ നോർത്ത് ഇന്ത്യൻ ഡാൻസ് ആയിരുന്നു നല്ലേ. ഒരു നോർത്ത് ഇന്ത്യൻ ഡാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം അടിപൊളിയായിരുന്നു. അപ്പോൾ എലോറ എന്തായാലും ഒരു മസ്റ്റ് വിസിറ്റാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, എലോറ കോറിയിൽ വരുമ്പോൾ നിങ്ങൾ ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്യുക. ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല, ഫുള്ള് സോൾഡ് ഔട്ടായി. അപ്പോൾ ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്യുക. $11 അഡൾട്ട്സിന്. അപ്പോൾ അടിപൊളിയായിരുന്നു. ലഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫുള്ള് ഒരു 1 ഡേ ട്രിപ്പ്. നൈസ് സ്ഥലമാണ്, അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും മസ്റ്റ് വിസിറ്റാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. സീ യു, ബൈ ബൈ.